ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ തന്നെ മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കിയത്, പിന്നെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയത് പുട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടയൊക്കെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒരു ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഈ ചിമ്മിണി അടുപ്പിൻ്റെ മുകളിലുള്ളൊരു ബെർത്ത് പോലത്തെ ഒരു പ്ലേസാണിത്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ ഞാൻ തന്നെ കൊണ്ടുപോയി ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പുറത്തെ അടുക്കളയിൽ കുറച്ച് നാൾ മുമ്പ് ഒരു റിനോവേഷൻ വർക്കൊക്കെ നടന്നായിരുന്നു. അവിടെ ഇങ്ങനെ ബെർത്തിന് ഇടത്തട്ടൊക്കെ പിടിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ചുമരൊക്കെ ഇങ്ങനെ കുത്തി തുരന്നിട്ട് അവിടെ നിന്ന് നന്നായിട്ട് പൊടി പറന്ന് വീട് മുഴുവൻ പൊടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിടിച്ച പൊടി ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് അന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും നമ്മളറിയാതെ ഇങ്ങനെ നന്നായിട്ട് പൊടി പിടിക്കുമായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ക്ലീൻ ചെയ്താണ് ബാക്കി ഏരിയ ഒക്കെ ക്ലീനായി വന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ആ ഒറ്റ പ്രാവശ്യത്തെ ക്ലീനിങ്ങാണ് നടന്നിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ ചെല്ലൂലല്ലോ, ഇത് പൊക്കത്തിരിക്കണ സ്ഥലമായിരുന്നു. പിന്നെയാണെങ്കിൽ അന്ന് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റിയ സമയത്ത് ഞാൻ കൊണ്ടുപോയി കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിട്ട്, അതായത് ഈ ഐസ്ക്രീം പാത്രങ്ങൾ, പിന്നെ ചെറിയ ചെറിയ ഡപ്പികളൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ ആവശ്യമുള്ളതാണെന്ന് തോന്നിയിട്ട് കൊണ്ടുവന്നിട്ടതാണ്. പിന്നെ കുറേ നാളായിട്ട് അത് ഒരാവശ്യമില്ല, അത് അവിടെ ഇരുന്ന് എൻ്റെ കൈ അങ്ങോട്ടും ചെല്ലില്ല, അതിനകത്തുനിന്ന് ഒന്നും എടുക്കേണ്ട ആവശ്യം വരാറില്ല, അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് കളയാനും തോന്നില്ല, പിന്നെ അതൊട്ട് എടുക്കുകയില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ഇന്നിപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിയും അഴുക്കും മാറാലൊക്കെ ഉണ്ടായി. അതെല്ലാം ക്ലീനാക്കി അവിടെ നിന്ന് ഉണ്ടായ ചെറിയ ചെറിയ കുപ്പികളെല്ലാം പുറത്ത് കളഞ്ഞു. ആവശ്യമുള്ള അതിനകത്തൊക്കെ ചിലതിനകത്തൊക്കെ ഞാൻ അപ്പോഴത്തെ നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് തിരക്കിൻ്റെ ഇടയിലേ ഈ ചിലതിൽ കായം, ഉലുവ അതൊക്കെ ഉണ്ടായിട്ട്, അപ്പോൾ ആ സാധനങ്ങളൊക്കെ തുറന്ന് നോക്കിയിട്ട് നല്ലത് എടുത്തിട്ട് ആവശ്യമില്ലാത്ത എല്ലാം കളഞ്ഞ് ഞാൻ ആ ഏരിയ ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിന് സമയം വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ ഇങ്ങനത്തെ ഓരോ പ്ലേസുകൾ, നമ്മൾ കയ്യെത്താതെ ഇരിക്കണം പല സാധനങ്ങൾ, അവിടെ എന്താ ഇരിക്കണേന്ന് പോലും പിന്നെ നമുക്ക് അറിയണ്ടാവില്ല. നമ്മൾ തന്നെ വെച്ചേക്കണതായിരിക്കും പിന്നെ എടുക്കാൻ ആവശ്യമുണ്ടെന്ന് വിചാരിച്ച്. പക്ഷേ സത്യത്തിൽ അതുകൊണ്ട് ഒരു ആവശ്യം ഉണ്ടാവുകയില്ല, നമ്മുടെ ആ ഒരു ഏരിയ തന്നെ വെറുതെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടായ എൻ്റെ വീടിൻ്റെ ഒരു ഏരിയയാണിത്. അപ്പോൾ ഞാനത് ക്ലീനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി അവിടെ നന്നായിട്ടൊന്ന് നനച്ച് തുടയ്ക്കുകയാണ്. അപ്പോൾ നല്ല പൊടിയുണ്ട്. ആ പൊടി നമ്മൾ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോൾ വന്ന പൊടിയാട്ടോ കൂടുതലും. അതിങ്ങനെ പിടിച്ചിരിക്കണ പൊടിയാണ്, നല്ല അഴുക്ക്. നമ്മുടെ ചുമരൊക്കെ കുത്തി തുളച്ചിട്ടാണ് ആ പണി ചെയ്തത്. അപ്പോൾ ആ ചുമരിൻ്റെ കല്ലിൻ്റെ മണ്ണ് മുതൽ ഇങ്ങനെ പറക്കുമായിരുന്നു, അങ്ങനെ പിടിച്ച പൊടിയാണ്. ആ സമയത്ത് ഇവിടെയൊക്കെ നമ്മൾ സോപ്പൊക്കെ ഇട്ട് അന്നാളിൽ ക്ലീൻ ചെയ്തു. പക്ഷേ വീണ്ടും നമ്മൾ അകത്തുനിന്ന് ഇങ്ങനെ പൊടികൾ ഉണ്ടാവും കേട്ടോ, നമ്മളറിയാത്ത പൊടികളുണ്ട്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ കൈ അങ്ങോട്ട് ചെല്ലാതെയും കൂടി ആകുമ്പോൾ അതിങ്ങനെ പിടിച്ചിരിക്കണതാണ്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം തുടച്ചു. പിന്നെ ആവശ്യമില്ലാത്ത പാത്രങ്ങളെല്ലാം കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രം അവിടെ സെറ്റ് ചെയ്ത് വച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയൊരു കാര്യമാണ് ചെയ്തതെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിനുണ്ടായ ഒരു സുഖം വല്ലാത്തൊരു സുഖമായിരുന്നു കേട്ടോ. നല്ലൊരു ആശ്വാസം കിട്ടി. എന്തോ ഒരു വലിയ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു പോയ പോലത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല വെയിലും ചൂടൊക്കെ ആണല്ലോ, നമ്മൾ വിയർത്ത് കുളിക്കും. പിന്നെ ഒരു 2 നാരങ്ങയൊക്കെ എടുത്ത് കലക്കി ഒന്ന് റിലാക്സായി, ചൂടിൽ നിന്നൊക്കെ ഒന്ന് ആശ്വാസം കിട്ടിയിട്ടോ. പിന്നെ ആപ്പിൾ ഉണ്ടായി, പിന്നെ അതും ഒന്ന് ക്ലീൻ ചെയ്ത് തണുപ്പിച്ച് അതും കഴിച്ചപ്പോൾ ഒരാശ്വാസമായി. പിന്നെ എനിക്ക് അടുത്ത ഒരു 8ൻ്റെ പണി കിട്ടിയത് ഒരു ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കിട്ടിയ ചക്കയാണ്. അപ്പോൾ അത് ഞാൻ പഴുക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായി. അത് മോളപ്പോൾ ഇത് വെട്ടാൻ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെച്ചപ്പോൾ ഞാനത് വെട്ടി നോക്കിയതാണ്. അപ്പോൾ അത് പഴുക്കണ ഒരു പാകത്തിനുള്ള ചക്കയല്ല, എന്നാൽ മൂത്തിട്ടുണ്ട്. കുരു നന്നായിട്ട് മൂത്ത ചക്ക, പക്ഷേ പഴുക്കാൻ പാകമാവാത്ത ടൈപ്പ് ചക്കയായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തൊരു പണിയായിരുന്നു, അത് വെട്ടി ഉരിഞ്ഞ് മുറത്തിലാക്കി ഒക്കെ വെച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ ദിവസത്തെ മീൻ മസാല പുരട്ടിയത് ഫ്രിഡ്ജിലുണ്ടായി, അത് ഫ്രൈ ചെയ്തു. പിന്നെ പരിപ്പ് വെറുതെ ഉള്ളി മുളകൊക്കെ ഇട്ട് കുത്തിക്കാച്ചി കറി വെച്ചു, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പാവയ്ക്ക ഉണ്ടായത് അരിഞ്ഞു വെച്ചു, അത് വേഗം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ പാവയ്ക്ക മക്കൾക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ അവർ പരിപ്പ് മീനൊക്കെ കൂട്ടി കഴിച്ചോളും. പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ച് പാവയ്ക്ക അങ്ങനെ നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, ഇരുമ്പ് സത്താണെന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് കഴിക്കും കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് അതും കഴിപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വീണ്ടും ഞാൻ ആ ചക്കയിൽ ഇരുന്നിട്ട് മണിക്കൂറുകളോളം പണിത പിന്നെയാട്ടോ ഇതിങ്ങനെ വേവിക്കാനായിട്ട് കിട്ടിയത്. കാരണം അതിൻ്റെ ചകിണിയെല്ലാം കളഞ്ഞെടുത്തു, അതിന് കുരു കളഞ്ഞു, കുരുവിൻ്റെ പാടയെല്ലാം മാറ്റിയെടുത്ത് അരിഞ്ഞ് ഈ രൂപത്തിലാക്കിയപ്പോഴത്തേനും ഇരുന്ന് അവസാനം എണീറ്റപ്പോൾ എനിക്ക് വേര് വന്നോന്ന് നോക്കിയിട്ടു. അത്ര നേരം ഞാൻ അതിലിരുന്ന് നല്ല ക്ഷമയോടുകൂടി പണിത് കഴിഞ്ഞപ്പോഴാണ് ഈ ചക്ക ഈ രൂപത്തിൽ കിട്ടിയത്. പക്ഷേ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ